കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഗുണഭോക്താക്കൾക്ക് പദ്ധതിയിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ ചികിത്സയ്ക്കായി പോകുമ്പോൾ പദ്ധതിയുടെ സൗകര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നത് ഈ വീഡിയോയിൽ കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആശുപത്രിയിലെത്തിയ രോഗിയെ ഡോക്ടർ രോഗനിർണയം നടത്തിയതിനു ശേഷം കിടത്തി ചികിത്സ അല്ലെങ്കിൽ സർജറി എന്നിവ ആവശ്യമെങ്കിൽ ആരോഗ്യമിത്ര അല്ലെങ്കിൽ മെഡിക്കൽ കോഓർഡിനേറ്റർ ABPM-JAY CASP പദ്ധതിയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പ്രീ ഓതറൈസേഷൻ ആരംഭിക്കും. രജിസ്ട്രേഷനിൽ PM-JAY ID അല്ലെങ്കിൽ CASP ID ഉപയോഗിക്കും. മെഡിക്കൽ കോഓർഡിനേറ്റർ അപേക്ഷ സമർപ്പിക്കും. പ്രീ ഓതറൈസേഷൻ ഡോക്ടർ അപേക്ഷ പരിശോധിച്ച് അംഗീകരിക്കുകയോ നിരസിക്കുകയോ പെൻഡിംഗ് ആക്കുകയോ ചെയ്യും. അംഗീകാരം ലഭിച്ച ശേഷം ചികിത്സ അല്ലെങ്കിൽ ശസ്ത്രക്രിയ എന്നിവയും തുടർ ചികിത്സയും കഴിഞ്ഞ് രോഗിയെ ഡിസ്ചാർജ് ചെയ്യും. ശസ്ത്രക്രിയ ഡിസ്ചാർജ് വിവരങ്ങൾ ഹോസ്പിറ്റൽ കോഓർഡിനേറ്റർ അപ്ഡേറ്റ് ചെയ്ത് ക്ലെയിം അപേക്ഷ സമർപ്പിക്കും. ക്ലെയിം മാനേജ്മെന്റ് പ്രക്രിയയിൽ ആശുപത്രി സമർപ്പിച്ച ക്ലെയിം ആദ്യം ക്ലെയിം ഡോക്ടർ പരിശോധിക്കും. ആവശ്യമെങ്കിൽ അധിക വിവരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും. തുടർന്ന് അക്കൗണ്ട്സ് ഓഫീസർ മുഖേന SHAക്ക് എത്തിക്കും. SHA അംഗീകരിക്കുകയോ നിരസിക്കുകയോ അധിക വിവരങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്യും. അംഗീകരിച്ച ക്ലെയിമിന്റെ പേയ്മെന്റ് ഫയൽ ബാങ്കിലേക്ക് അയക്കും. ബാങ്ക് നടപടികൾ പൂർത്തിയാക്കി ആശുപത്രിയുടെ അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യും. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഉറപ്പാക്കുന്നു കരുതലിന്റെ കൈത്താങ്ങ്.